ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള കാഴ്ച അവർണ്ണനീയമാണ്. കടലും റോഡും റെയിലുമെല്ലാം ഒരേ ഫ്രെയിമിൽ വരുന്ന ഒരു കാഴ്ച. സ്വാതന്ത്ര്യത്തിന് മുൻപ് തിരുവിതാംകൂറിന്റെ ഭാഗമായ ആലപ്പുഴ ഭരിച്ചിരുന്നത് പഴയ തിരുവിതാംകൂറിലെ രാജാക്കന്മാരായിരുന്നു. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും ആഗമനത്തിനു ശേഷം ആലപ്പുഴ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി മാറി. തുടക്കത്തിൽ നാവികരെ സേവിക്കാൻ വെറും ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് വിളക്കുമാടം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ആലപ്പുഴ തുറമുഖവും കനാൽ ശൃംഖലയും ശ്രീരാമരാജ ബഹദൂറിന്റെ ഭരണകാലത്തായിരുന്നു നിർമ്മിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി രാജ കേശവദാസ് ആയിരുന്നു. ലൈറ്റ് ഹൗസിന്റെ നിർമ്മാണം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ രണ്ടാമന്റെ കാലത്താണ്. 1861 രാമാറുമ്മയുടെ കാലത്താണ് അത് പൂർത്തീകരിച്ചത്. 1860 മേരി ആനി ക്രോംഫോർഡാണ് തറക്കല്ലിട്ടത്. ലൈറ്റ് ഹൗസിന് തേക്കിൽ നിർമ്മിതമായ ഗോവണിയാണ്. ആദ്യം വെളിച്ചെണ്ണയിലുള്ള ഇരട്ടത്തിരി വിളക്കുകൊണ്ടായിരുന്നു വിളക്കുമാടം പ്രകാശിച്ചിരുന്നത്. 1862 മാർച്ച് 28 ബർമിംഗ്ഹാമിലെ ചാൻസ് ബ്രൂസ് അങ്ങനെ വിളക്കുമാടം ഇൻസ്റ്റോൾ ചെയ്തു, കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഏകദേശം ഇതേ തരത്തിലുള്ള ഉപകരണങ്ങൾ തന്നെയായിരുന്നു 1952 വരെ ഉപയോഗിച്ചു പോന്നത്. 1960 അതിന് മാറ്റം വരുത്തി വീണ്ടും വിളക്കുമാടൻ കമ്മീഷൻ ചെയ്തു. പശ്ചിമ തീരത്തെ ആദ്യത്തെ ദീപസ്തംഭമാണ് ആലപ്പുഴയുടേത്. ന്യൂക്രാഫ്റ്റ് റോഡ് എന്ന വിദേശ വാസ്തുശില്പിയായിരുന്നു ഇത് നിർമ്മിച്ചത്. കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് 113 അടി ഉയരം ഇതിനുണ്ട്. ദീപസ്തംഭത്തിന്റെ മുകൾ വശത്ത് വൃത്താകാരത്തിലുള്ള ദീപയന്ത്രം ഘടിപ്പിച്ചിരിക്കുന്നു. അത് വീഡിയോയിൽ പകർത്താൻ അനുവാദമുണ്ടായില്ല. പ്രകാശകിരണം വൃത്താകാരത്തിൽ സഞ്ചരിച്ച് പ്രകാശം പരത്തുന്നത് അതിലൂടെയാണ്. ഒരാവർത്തി സഞ്ചരിക്കുന്നതിന് 15 സെക്കൻഡുകൾ എടുക്കുന്നു. 16 മൈൽ ചുറ്റളവിൽ ഈ പ്രകാശം കാണുവാൻ കഴിയുന്നു. ഇവിടെ ഒരുക്കിയിരിക്കുന്ന മ്യൂസിയത്തിൽ ആദ്യകാലം മുതൽ ലൈറ്റ് ഹൗസിനകത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് എന്ന നിലയിൽ ഇങ്ങനെയൊരു മ്യൂസിയം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വളരെ സന്ദർഭോചിതമാണ്. ഇങ്ങനെയൊരു ലൈറ്റ് ഹൗസ് കാരണം ഈ തുറമുഖം തന്നെ ഊർജ്ജസ്വലമായി. ഇന്നും അത് പ്രവർത്തിക്കുന്നു. പണ്ട് ചെട്ടിമാരുടെയും കെയിമാരുടെയും ഗുജറാത്തികളുടെയും ഏജൻസി സ്ഥാപനങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിച്ചിരുന്നത്. ഇന്നത് പുതിയ കാലത്തെ വ്യവസായങ്ങളിലേക്ക് വഴിമാറി. ലോകത്തിൽ ആദ്യമായി കല്ലിൽ ഉയർത്തിക്കെട്ടിയ ദീപസ്തംഭത്തിൽ 24 മെഴുകുതിരികളാണ് കത്തിച്ചിരുന്നത്. പിന്നീട് എണ്ണ വിളക്കുകളായി. പിന്നീട് വൈദ്യുതിയും എസ്റ്റാലിൻ വാതകവും ഉപയോഗിക്കാൻ തുടങ്ങി. 3-4 അടി വ്യാസമുള്ള സ്ഫടികത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ ലെൻസിലൂടെയാണ് പ്രകാശം പുറത്തേക്ക് വിട്ടിരുന്നത്. ഓരോ തുറമുഖത്തെയും തിരിച്ചറിയുന്നതിന് വെവ്വേറെ പ്രകാശ സംജ്ഞകളാണ് ഓരോ തുറമുഖത്തിലെയും ദീപസ്തംഭങ്ങളിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ തങ്ങൾ ഏത് തുറമുഖത്തെത്തി എന്ന് കടലിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാശ്ചര്യമായ ദീപസ്തംഭത്തിനും അങ്ങനെ ഏറെ പഴക്കമുള്ള ചരിത്രം പറയാനുണ്ട്. ആ ചരിത്രം അറിയാൻ ഈ മ്യൂസിയം ഏറെ സഹായിക്കും. ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തെ നോക്കി പണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് പാടിയ പോലെ ദീപസ്തംഭം മഹാശ്ചര്യം തന്നെയാണ്.